ഹലോ. ചെറുപ്പത്തിൽ മോശമായി പോയിട്ടുള്ള പാലുകൊണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇത്. നോർത്ത് ഇന്ത്യൻസ് ഇതിനെ പനീർ കൽക്കണ്ട് എന്നൊക്കെയാണ് പറയാറ്. നമുക്കിതിനെ പനീർ പേടാന്ന് വിളിക്കാം, അത് മതി. അപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പനീർ തന്നെ. ഗ്രൈൻഡ് ചെയ്തെടുത്ത പനീർ, പാൽപ്പൊടി, പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, പിന്നെ പാല്, അവസാനം ടോപ്പിങ്ങിന് വേണ്ടി കുറച്ച് പൊടിച്ച നട്ട്സ്. ചൂടായ പാത്രത്തിലേക്ക് പാലൊഴിക്കാം. ഞാനിവിടെ 500 ml പാക്കറ്റ് പാലാണ് ഉപയോഗിച്ചത്. പാലൊന്ന് ചൂടായ ശേഷം അതിൽ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. നമുക്കിവിടെ അധികം മധുരമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ 2.5 ടീസ്പൂൺ പഞ്ചസാര മാത്രമേ എടുത്തുള്ളൂ. അതിനുശേഷം കണ്ടൻസ്ഡ് മിൽക്കും ആവശ്യത്തിന് ചേർക്കുക. പിന്നെ ഒരു കൊഴുപ്പിന് വേണ്ടി പാൽപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പാൽപ്പൊടി കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് നന്നായി ഇളക്കി കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം കുറുകി വന്നപ്പോൾ ഞാൻ മണത്തിന് വേണ്ടി ഒരു 3 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. നല്ലപോലെ ഇളക്കി കുറുക്കി എടുത്തിട്ടുണ്ടേ. ഇനിയാണ് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇടാം കേട്ടോ. പനീർ ചേർത്ത ശേഷം പിന്നെയും ഒരു 10-15 മിനിറ്റ് എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടുന്ന പരുവാകുമ്പോൾ ഗ്യാസ് ഓഫാക്കുക, വാങ്ങി വയ്ക്കുക. ഞാനിവിടെ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഇളം ചൂടിൽ തന്നെ നമുക്കിത് നെയ്യൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ച ഒരു ട്രേയിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഡ്രൈ നട്ട്സൊക്കെ വിതറി നേരെ ഫ്രിഡ്ജിലേക്ക്. ഒരു 3-4 മണിക്കൂർ അവിടെ കിടന്ന് സെറ്റാവട്ടെ. അങ്ങനെ ഫ്രിഡ്ജിൽ കിടന്ന് സെറ്റായ നമ്മുടെ പനീർ പേട നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കഴിക്കാം കേട്ടോ. ഡയറി പ്രൊഡക്ട്സ് തീരെ ഇഷ്ടമല്ലാത്ത കുട്ടികൾ വരെ ഇത് കഴിക്കും, ഉറപ്പ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.